വിനുമോനെ ആമോ എവിടെ പോവാ? ഞാൻ അവിടെ കോപ്പി എടുക്കാൻ വേണ്ടി. കോപ്പി എടുക്കാൻ പോയെന്നോ? സപ്ലിയൊക്കെ കിട്ടിയോ? ഇല്ല, 3 ഉണ്ട്. അതൊന്നും കുഴപ്പമില്ലടാ മോനെ. പരീക്ഷയായ തോക്കും ജയിക്കും. തോറ്റവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ മോൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. ഇപ്പം വീട്ടിലോട്ടൊന്നും കാണുന്നില്ലല്ലോ, എന്താ പറ്റി? സപ്ലിയൊക്കെ ഉള്ളതുകൊണ്ടേ വീട്ടിൽ അച്ഛൻ അങ്ങനെ പ്രഷർ, പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ തന്തന്മാരുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ സമാധാനം എന്ന് പറഞ്ഞ സാധനം കൊടുക്കത്തില്ല. ഇവനെയൊക്കെ എന്തോ ചെയ്യണം. മോൻ വിഷമിക്കണ്ട, നീ അടുത്ത വട്ടം പാസ്സാവും കേട്ടോ. വീട്ടിലോട്ട് വാ, അപ്പൂൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ, ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പൂൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ കച്ചന്മാരെ കിട്ടണം. ഇന്ത്യക്ക് കിട്ടിയ എന്ത് പ്രഷറാ. മുറിച്ചേട്ടോ, വൈകിട്ട് വരത്തില്ല കരയോഗ മീറ്റിങ്? കഴിച്ചിട്ടിറങ്ങാം. 3 മണിക്കാന്നേ. വരാ വരണേ. ശരി ശരി ശരി. ഇപ്പൊ വരാന്ന് പറഞ്ഞ മനുഷ്യന് 2-3 മണിക്കൂറായില്ലേ മനുഷ്യൻ നിങ്ങൾ ഇവിടുന്ന് പോയിട്ട്? നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഞാൻ പാല് മേടിക്കാൻ പോയതാ. എന്നിട്ട് പാലെന്തിയേ? പാല് മറന്നു അല്ലയോ? മറന്നല്ല, ഞാൻ മേടിക്കാൻ ചെയ്യാം. എന്നാലേ മറക്കുന്നേ? എനിക്കെന്തോ കുഴപ്പം? എനിക്ക് വല്ല തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്റെ ചേട്ടാ, നിങ്ങൾക്ക് ഈ അട്ട ഷർട്ടേ ഉള്ളോ? ആ ജംഗ്ഷനിലോട്ട് പോകുമ്പോ നല്ല ഷർട്ടും മുണ്ടും ഉടുത്തോണ്ട് പോക്കൂടെ? നിങ്ങളുടെ പിള്ളേർക്ക് നാണക്കേടല്ലേ ഇങ്ങനെ നിങ്ങൾ അട്ട് നടന്നു കഴിഞ്ഞാ? ഇപ്പൊ തൽക്കാലം എനിക്കിത് മതി. നന്നായിട്ടുണ്ട്. അല്ല, നിങ്ങൾ എങ്ങനെയാ പോയത്? നടന്നുപോയി. കൊള്ളാം. നിങ്ങൾക്ക് ആ വണ്ടി എടുത്തോണ്ട് പൊക്കൂടായോ? വണ്ടി എടുത്തോന്നാ പോകുന്നത്? നടക്കാൻ പറ്റുമല്ലോ എനിക്ക്. ഞാൻ തളർന്ന് നടക്കുവാന്ന്. എന്റെ ചേട്ടാ, നിങ്ങളുടെ മുട്ട 5-6 ലക്ഷം രൂപ മുടക്കി 2 മുട്ടും ഓപ്പറേഷൻ ചെയ്ത് ചിരട്ടയിട്ട് വെച്ചേക്കോ ഇല്ലയോ? ഡോക്ടർ പറഞ്ഞിട്ടില്ലോ ഇങ്ങനെ നടക്കരുതെന്ന്? ഡോക്ടർ നടക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. 10 അടി നടക്കുന്നത് പോലല്ല ഈ 2-3 കിലോമീറ്റർ നടക്കുന്നത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇനി നടക്കണ്ട, നിങ്ങൾ ഇവിടെ കാണാൻ ഇരിക്കെ, കട്ടൻ ചായ ഉണ്ടാക്കി തരാം. നടക്കണ്ടെന്നോ? അത് ഞാൻ തീരുമാനിക്കും. ഞാൻ പോയി പാല് മേടിച്ചോണ്ട് വരാം കേട്ടോ. എന്നെ കൂടുതൽ ആരും പഠിപ്പിക്കാൻ പറഞ്ഞു. ദിവാകരോ, ഞാനും വരുന്നു. നിഷേധി അഹങ്കാരി. അനുഭവിക്കുമ്പോ പഠിക്കും. എന്തേലും കാണിക്കട്ടെ. എന്നിട്ട് പറയുന്നത് കേൾക്കാതെ പോയോ അച്ഛൻ? പോയോന്നോ? എനിക്ക് ഒരു ശകലം വില തന്നില്ല. ഞാൻ പറഞ്ഞതാ പോവല്ലെന്ന്. അപ്പൊ തവളയുടെ കൂട്ട് 2 കാലം തുള്ളി പോയി. ഒരു നിഷേധിയാ നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാൻ എന്ന ഭാവം ആരോട് പറയാനാ? തല്ലി കൊല്ലാൻ പറ്റത്തില്ലല്ലോ, ഭർത്താവായി പോയി. അച്ഛൻ എങ്ങനെയാ 5-6 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വെച്ചേക്കുന്നത്. ഇങ്ങനെ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി നടക്കാനെങ്കിൽ പിന്നെ എന്തിനാ അത് ചെയ്യുന്നത്? അത് നീ അങ്ങേരോട് പറ. ധൈര്യം ഉണ്ടോ പറയാൻ? പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു എനിക്ക് എങ്ങനെ കസരയിൽ നിന്ന് എനിക്ക് ഇപ്പൊ കിട്ടും. എനിക്ക് വരുന്നു. എന്താടാ? ഒന്നുമില്ല. അച്ഛൻ എന്തോ ഭാവിച്ച ഈ വയ്യാത്ത കാലം കൊണ്ട് ഈ മഴയത്തൊക്കെ പുറത്തു പോയി നടക്കുന്നത്? എന്റെ കാലം നിന്റെ തലയിലാണ് ഇരിക്കുന്നത്. ഒന്നുമല്ലല്ലോ. ചിലപ്പോൾ ചാടും തുള്ളും പൊങ്ങിച്ചാടും പലതും ഞാൻ ചെയ്യും. എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. എന്നെ ആരും ഭരിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. ആരും ഒന്നും പറയാനും നിൽക്കണ്ട. എന്റെ റിസൾട്ട് വന്നോ? ഇനിയിപ്പോ ജയിച്ചോന്ന് ചോദിക്കണ്ടല്ലോ. എത്ര എണ്ണം പോയി? 2 സപ്ലി ഉണ്ട്. 2 സപ്ലി അല്ലടാ, നിനക്ക് 5 എണ്ണം നിനക്ക് പോണോടാ. ഒരു മുദ്ദിയില്ലാത്ത കിഴങ്ങേശ്വരനായി പോയല്ലോ നീ. അച്ഛാ, ഇതിലും കൂടുതൽ സപ്ലി ഉള്ളവരുണ്ട് അച്ഛാ. എനിക്കാ കുറവ്. 2 എണ്ണം നിനക്കല്ലേ കോളേജിൽ പോയേക്കുന്നേ? 2 എണ്ണം പോയത് എന്റെ ഭയങ്കര ബുദ്ധിയുടെ മികവാന്നല്ലോ. പഠിക്കാത്ത ഒരു വക അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവനാടാ നീ. പഠിക്കത്തുമില്ല, ഒന്നുമില്ലടാ. നിന്നോട് എത്ര വട്ടം ഞാൻ അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. നിനക്ക് ബുദ്ധി ഇല്ലാത്ത അറിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ നെയ്യ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ആ നെയ്യ് ഒന്ന് എടുത്ത് സേവിക്കണമെന്ന് പറഞ്ഞിട്ട് അതും സേവിക്കത്തില്ല, ഒന്നുമില്ല. വല്ലപ്പോഴും അമ്പലത്തിലെങ്കിലും ഒന്ന് പോകണം. 24 മണിക്കൂർ മൊബൈലും തോണ്ടി ഇരുന്നോ. മുരളിയുടെ മോൻ മന്ദബുദ്ധിയാണ്, നാട്ടിലൊന്ന് പറയിപ്പിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നും ഇല്ല. നീ പഠിക്കത്തില്ല കുഞ്ഞു, നീ പഠിക്കത്തില്ല. ചേട്ടാ, എന്തോ നോക്കുന്നേ? ഒന്നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തോ വരാന് ഇതൊക്കെ ചെയ്താൽ ഇതാ കേൾക്കും. നിങ്ങൾ എന്തോ ഭാവിച്ചാ നിങ്ങൾ ആ ചെറുക്കനെടുത്ത് പറയാൻ നിങ്ങൾക്ക് എന്തോ യോഗ്യതയുള്ളത്? ആ പയ്യനെ എംകോം അതറിയാമോ? നിങ്ങൾ എന്തുവാ പഴയ 8ാം ക്ലാസ്. നിങ്ങൾക്ക് എന്നാ കുറച്ച് ഇപ്പൊ പറഞ്ഞ നെയ്യ് കുറച്ച് നിങ്ങളുടെ വായിക്കത്തൊന്ന് ഒഴിച്ച് ബുദ്ധി വരുത്തി കൂടായിരുന്നോ?
ഒരു മര്യാദ വേണം പിള്ളേരുടെ സംസാരിക്കുന്നതിന്. ഇപ്പം നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന വിലയായിരിക്കും ഭാവിയിൽ ആ പിള്ളേരെ നമുക്ക് തരുന്നത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഒരു ബോധം വേണം. ആ ചെറുക്കൻ്റെ വായിന്ന് വല്ലതും കേട്ട് കഴിഞ്ഞുണ്ടല്ലോ, നിങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവനായതുകൊണ്ട് ഇതുപോലെ 2 മക്കളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യത് എന്തോ ദൈവാനുഗ്രഹം, അല്ലാതെ നിങ്ങളോ ഞാനോ ചെയ്ത പുണ്യത്തിന്റെ ഫലമൊന്നും അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വാ പറഞ്ഞ അനുസരിച്ച് നിങ്ങളുടെ നിഷേധത്തിൽ എന്തെങ്കിലും ആ ചെറുക്കൻ കാണിക്കുന്നുണ്ടോ? ഉണ്ടോ? അവന് എവിടെ പോയാലും നിങ്ങൾ നോണം കെടുത്തു അല്ലയോ? ഒരു മര്യാദ വേണം ചേട്ടാ. എനിക്ക് പറയുന്നതുകൊണ്ട് സങ്കടമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് എന്തോ കാര്യം? എന്തോ കാര്യം? എൻ്റെ മക്കളെ എന്നീ നകറ്റുന്ന നീ ഒറ്റ എടുത്തിയ അതിന് ഞാനിപ്പോ എന്തോ പറഞ്ഞത്? എന്തേലും കാണിക്കട്ടെ, എന്റെ തലയിലെടുത്ത്. മോനെ ഇരിക്ക്. അച്ഛൻ പറഞ്ഞത് മോന് വിഷമമായോ? മോൻ വിഷമിക്കൊന്നുകൊണ്ട് വേണ്ട കേട്ടോ. അച്ഛൻ കാര്യമായിട്ടുള്ള കാര്യമല്ലേ അച്ഛൻ മുമ്പേ പറഞ്ഞത്. പിന്നെ നീ രാവിലെ എണ്ണീച്ച് കഴിഞ്ഞാൽ ആ നെയ്യ് എടുത്ത് കഴിക്കണം. നെയ്യ് എടുത്ത് കഴിച്ചാൽ മാത്രമേ മോനെ ബുദ്ധി വരത്തുള്ളൂ. രാവിലെ എണ്ണീച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലൊന്ന് പോകണം. അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞാൽ ദൈവവിചാരം ഉണ്ടാവും. ആ നെയ്യൊന്നും വേണ്ട, ഞാൻ ഛർദ്ദിക്കും. എടാ ഛർദ്ദിച്ചാലും ദൈവത്തെ വിളിച്ചങ്ങ് കഴിക്ക്, അല്ലെങ്കിൽ വരുന്ന ഛർദ്ദിൽ മോനങ്ങ് വിഴുങ്ങ്. അപ്പം കാര്യങ്ങളെല്ലാം ഓക്കെ ആവത്തില്ലേ? പിന്നെ സപ്രിയയുടെ കാര്യം പറഞ്ഞാൽ നാട്ടുകാർ മൊത്തം പറയത്തില്ലേ മുരളിയുടെ മോൻ മന്ദബുദ്ധിയാണെന്ന്. അങ്ങനെ പറയാതിരിക്കാനാ. മോൻ പഠിച്ച് ജയിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരുടെ മേപ്പോട്ട് നോക്കിയിരുന്ന് വലിക്കും. നീ ഉൾപ്പെടെ ഇരുന്ന് വലിക്കും. അങ്ങനെ വലിക്കാതിരിക്കാനാ അച്ഛൻ പറഞ്ഞത് കേട്ടോ. പിന്നെ എപ്പോഴും വന്ന് നിരന്നു നോക്കി തിന്നുന്ന തീറ്റയും കുറച്ച് കുറയ്ക്കണം. അല്ല തേൻ കൊണ്ടുവരാം, വയറ് മോൻ്റെ ചീത്തയാകും. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ അങ്ങ് തിന്നരുത്. വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്ക് ഇച്ചിരി ഡയറ്റൊക്കെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല. പൊടിയിരിക്കും. മനസ്സിലായോ? അച്ഛൻ വേറെ സ്നേഹം കൊണ്ട് പറയുന്ന ഇതൊക്കെ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ ഇരുന്ന് വലിക്കൂടാ കേട്ടോ. പോയി ഇരുന്ന് പഠിച്ചാട്ടെ. പഠിക്കടാ പോ. അച്ഛൻ്റെ മുട്ടുവേന എങ്ങനെയുണ്ട്? 2 മുട്ടിനും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര വേദനയൊന്നും ഇല്ലടാ. വേദനയൊന്നും ഇല്ല. പഴയതിൻ്റെ കൂട്ടമല്ല. ഇപ്പോൾ വേദനയില്ല. നേരത്തെ എന്തൊരു വേദനയായിരുന്നു. എപ്പോഴും കണ്ടില്ലയോ മുട്ട് വളച്ച് വെച്ചേക്കുക. ഞാൻ നേരെ വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. വളച്ചാ വെച്ചേക്കുന്നത്. ഒരു കുഴപ്പവും ഇല്ല. 15 ദിവസത്തെ ലീവുണ്ട്. അപ്പോൾ ഇവള് പറഞ്ഞൊരു 10 ദിവസം ഇവിടെ നിൽക്കേ. കുറേ ആളായാലും വന്നിട്ട്. ഇവളങ്ങ് നന്നായി കേട്ടോ. എന്തായാലും അവളെല്ലാവരും സുന്ദരിയല്ലേ? അവളെന്തോ നന്നായെന്നാ? അവളെവിടെ നന്നായെന്നാ? ആ ഗീതയുടെ 2 മക്കള് എൻ്റെ പൊന്നുമോനെ ഒന്ന് കാണണം. ഇവളുടെ പ്രായമാണ്. നല്ല 2 പിള്ളേർ. അവരുടെ സൗന്ദര്യം എങ്ങനെയാണോ അതുപോലെ അവർ പഠിക്കുന്നത്. പഠിത്തത്തിലും അത് കാണാനുണ്ട്. അവർക്കേ അവരുടെ അച്ഛൻ്റെ സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഇങ്ങനെ ഇരിക്കും. അതിനി അത് പറ. എൻ്റെ തലയാടി പറിക്കടി നീ. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ തറതല പറയുന്ന കണ്ടോ? ഇതുപോലെ തറതല പറയുന്നതുകൊണ്ടാണ് ഇവർക്ക് ഗുരുത്വമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എല്ലാത്തിനും ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ കുരുത്തോഷം പിടിച്ചോക്കല്ലേ? കുരുത്തോഷം പിള്ളേർ വന്നില്ലയോ? എല്ലാം കഴിയാനെടുത്ത് കൊടുക്ക്. ഇപ്പോഴല്ലേ ചായ അങ്ങോട്ട് കുടിച്ചത്. ചായ കുടിച്ചതിൻ്റെ പുറകെ ചോറ് കഴിക്കാൻ പറ്റുമോ? പിള്ളേരുണ്ടല്ലോ, പോകുന്നില്ലല്ലോ. കണ്ടോ തള്ളയുടെ സ്വഭാവം കണ്ടോ? ഈ മോള് കാണിക്കുന്ന അതേ സ്വഭാവം തള്ള കാണിക്കുന്നത്. ഇവിടെ തള്ളയ്ക്കും അതേ സ്വഭാവമായിരുന്നു കാണിച്ചോണ്ടിരുന്നത്. അതിങ്ങനെ കണക്ട് ചെയ്ത് പോന്നയാ. അല്ല പിന്നെ മോനെ കൊച്ചിന്റെ പഠിത്തക്കാര്യം എന്തുവാ? അവിടെ ക്ലാസ് ഒക്കെ അമ്മ നടക്കുന്നുണ്ട്. ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു. നല്ല മാർക്കുണ്ട് അവൾക്ക്. എവിടെ പഠിക്കുന്ന അവള് പഠിക്കുന്നില്ല. അവൾ ഇവിടുന്നേ പഠിക്കുന്നില്ലായിരുന്നു. പഠിക്കത്തില്ല അവള്. എനിക്കറിയാം അവളെ. ഇവളും ഇവിടെ ചേട്ടനും ഭൂലോക മൊണ്ണകളാണ്. 2 പഠിക്കത്തില്ല. അല്ലാച്ചാ അവള് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. മോനെ പഠിക്കത്തില്ല എനിക്കറിയാം. കാരണം ഇവളെ കൊണ്ടുവന്ന് ബി.എഡിന് വിട്ടപ്പോൾ ഇവള് പോകുന്നില്ലെന്ന് പറഞ്ഞു. ബി.എഡിന് കൊണ്ട് ചേർത്തപ്പോഴല്ലേ ജാതകോഷം എന്ന് പറഞ്ഞ് പിടിച്ച് കെട്ടിച്ചത്. പറയുന്നു കേട്ടില്ലേ? ഇനി അത് എൻ്റെ തലയ്ക്കോട്ട് വെക്ക്. മോനെ ഞാൻ പറഞ്ഞേ ബി.എഡിന് ചേർന്ന് പഠിക്കടി. തള്ളയുടെ സ്വർണ്ണം വല്ലതും ഉണ്ടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഏതെങ്കിലും സ്കൂളിൽ കയറ്റാവന്ന്. ഇവള് പോയോ? ഇവള് തല്ലിക്കൊന്നാ പോകത്തില്ലല്ലോ. ഇവള് പഠിക്കാൻ 2 എണ്ണത്തിനും മടിയാ. സ്കൂളിൽ ചെന്നാലോ സാറുമാർക്കൊക്കെ വലിയ അഭിപ്രായം, ഭയങ്കര പഠിപ്പിസ്റ്റാന്നുള്ള രീതിയിൽ. എനിക്കറിയാം ഇവള് പഠിക്കത്തില്ലെന്ന്. കണക്കായിപ്പോയി. അച്ഛന് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. എന്തായാലും അച്ഛനെക്കാട്ടി വിദ്യാഭ്യാസം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. പിന്നെ ഇത്രയും നാൾ ഞങ്ങളുടെ കാര്യം നോക്കിയിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ എന്താ പിന്നെ ഡയലോഗ് ഓടിച്ചോണ്ട് വരാനായിട്ട് പറയുന്നത് കേട്ടില്ലേ ഓരോന്ന്? എന്താ കണ്ടില്ലേ നോക്കി പേടിപ്പിക്കുന്നേ? നിന്റെ ജോലിക്കാര്യം എന്തായി മോനെ? നല്ല സാലറി നല്ല സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാ 60 രൂപ ഉണ്ട്. 60 രൂപ കിട്ടുന്നുണ്ട്. 60,000 രൂപ ഉണ്ട്.
ആ നിന്റെ അത്രയും പോലും വിദ്യാഭ്യാസം ഇല്ല അവന്, പക്ഷെ അവന് 60 ഉണ്ട്. നിനക്കോ ഇപ്പോഴും ഇരിക്കുക. നിന്റെ കൂടെ പഠിച്ച ദിവ്യൊക്കെ B.Ed കയറി സ്കൂളിൽ കയറി. ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളു. ഇതിന് കൊച്ചുകൂട്ടങ്ങാകുമ്പോൾ എല്ലാം അങ്ങ് താവിക്കുള്ളതല്ലേ. മോനെ 60 രൂപ ഉണ്ടില്ലേ? അത് വലിയ കാര്യം കണ്ടില്ലേ, 60,000 ശമ്പളം ഉണ്ട്. ചേട്ടൻ ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ടോ എവിടെ കൊണ്ടുപോയത്? അതിങ്ങനെ അച്ഛൻ ഓരോന്ന് വിളിച്ച് പറയും, അമ്മ ഡോസ് കൊടുക്കാനകത്ത് കൊണ്ടു കഥ അടയ്ക്കും, കുറച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരും. അനിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ശരി കൊളന്നെ, ഇപ്പം കാണാം, ഇപ്പം വരും. ഇനി കുറച്ച് കഴിഞ്ഞ് ഭയങ്കര സ്നേഹമായിരിക്കും. വീടല്ലേ? നല്ല സ്ഥലം. ഇതാ ഞാൻ പറഞ്ഞു. അടുത്ത ലീവ് വിട്ടാലോ? മോളെ ഞാൻ സത്യം പറഞ്ഞ മരുമോനെ സ്നേഹത്തിന്റെ വന്നേ ഇങ്ങോട്ട് വരാൻ പറ്റും. സ്നേഹത്തിൽ ധാരടേ പെട്ടി ഡേ എന്തൊരു വെയിറ്റ്. അച്ഛാ അത് അവളുടെ പെട്ടിയാ, ഞാൻ റൂമിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അച്ഛൻ എടുക്കണ്ട, അച്ഛന് മുട്ട ചെയ്തിരിക്കുമല്ലേ, അച്ഛന് മുട്ട ചെയ്തിരിക്കുമല്ലേ. അച്ഛൻ നല്ല വെയിറ്റ് ഉണ്ട് അച്ഛാ. അച്ഛൻ മുട്ട് ഓപ്പറേഷൻ ആയിട്ട്. നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലയോ? ചേട്ടാ, നിങ്ങൾ എന്തുവാ ഈ കാണിക്കുന്ന ഈ മഴയത്ത്? ഈ 2 ചിരട്ടെ മാറ്റി വെച്ചേക്കുമല്ലയോ? വയ്യാതെ കിടന്ന ആര് നോക്കും? ഇതാ ചെറുക്കനോട് പറഞ്ഞാ പോലെ ചെറുക്കൻ ചെയ്തു തരത്തില്ലയോ? ഇങ്ങോട്ട് കേറ്. എന്തേലും കാണിക്കും. നേരം സന്ധ്യയായി, ഇത് നാളെയാണ്. അച്ഛൻ ഈ കാല് പോലും വയ്യാതെ ഈ പറമ്പ് എന്തോ കാണിക്കും അച്ഛൻ സന്ധ്യ സമയത്ത്? അല്ല പാമ്പെങ്ങനെ കാണും? ഇങ്ങോട്ട് കയറിക്കേ, ഇങ്ങോട്ട് കയറ്. എനിക്ക് കാല് വയ്യാന്ന്, എനിക്കെന്തോ കുഴപ്പം? അപ്പൂ അപ്പൂ, എടാ ഇത് തുറന്നു തരുമോ? ഡോർ ജാമായിട്ടിരിക്കാൻ തോന്നുന്നു. അപ്പൂ എന്തുവാടി, എന്തുവാ? ഒന്നുമില്ല അച്ഛാ, ഡോറേ ജാമായി, അവനെ വിളിച്ചത്. അച്ഛൻ പോയി കിടന്നോ, മുട്ടുവേദനായിട്ടിരിക്കല്ലേ. അപ്പു ഒന്നുമില്ല അച്ഛാ, മുട്ടുവേദനായിട്ടിരിക്കല്ലേ, പോയി കിടന്നോ. അവൻ വന്ന് ശരിയാക്കി പോണം. ഇങ്ങോട്ട് മാറിയിരിക്ക. എന്തിനാ അച്ഛാ? മാറിയിരിക്ക. മുട്ടിനോട് എന്റെ തള്ളയ്ക്ക. പറഞ്ഞാന്നോ വേദന വരുമെന്ന്? എനിക്കൊരിച്ചിരി തൈലം തേച്ച് തരാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ല. ഇപ്പൊ ആരുണ്ട് നോക്കാൻ? ഞാനേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അഹങ്കാരിയ, മഹാ അഹങ്കാരിയ, തൻ്റെടി, നിഷേധിയാ നിങ്ങൾ. ആരെങ്കിലും പറഞ്ഞ അനുസരിക്കണം. മോൻ ഇവിടുത്തെ വണ്ടിയിലാന്ന് പോയേ? അമ്മ പറഞ്ഞു, അതുകൊണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞു. അവരിപ്പോ ഇവിടുത്തെ വണ്ടി വേണം, അവന്റെ വണ്ടി കേടായെന്ന് പറഞ്ഞപ്പോ ഇവിടുത്തെ വണ്ടി എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്തോ കുഴപ്പം? ഇല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളേ. അച്ഛൻ്റെ കാല് വേദന ഉണ്ടോ എപ്പോഴും? എന്താ വേദനയാ? അയ്യോ,
മോനെ, മോൻ വീട്ടിൽ പോയിട്ട് എന്തോ ഉണ്ടായിരുന്നു വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും? ആ സുഖം. അമ്മയ്ക്ക് ചെറിയൊരു തോളുവേദനയുണ്ട്. ഇപ്പം ആയുർവേദ കോളേജിൽ കാണിക്കാനുള്ളൊരു തീരുമാനത്തിലാണ്. കുഴപ്പമില്ല ഇപ്പം. അച്ഛൻ എന്തോ ഇരിക്കുന്നു? അച്ഛൻ എന്തെടുക്കുക? അച്ഛന് കുഴപ്പമൊന്നുമില്ല, കടയിൽ പോകുന്നുണ്ട്. വർക്കൊക്കെ ഉണ്ടോ? ഓ ആ, വർക്കൊക്കെ ഉണ്ട്. മോനെ, പിന്നെ മോന്റെ ചേച്ചിക്ക് സുഖമായിട്ടിരിക്കുന്നോ? പെങ്ങളുടെ വീട്ടിൽ പോയി. കുഞ്ഞിന് സുഖമില്ലായിരുന്നു, അപ്പോൾ ഒന്ന് കണ്ടിട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല. ചേച്ചിയുടെ കുഞ്ഞിന്റെ പേരെന്തുവായിരുന്നു? ശ്രുതി. അമ്മയ്ക്ക് അറിയാമായിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നില്ല മക്കളെ, ഓർക്കുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല ഒന്നും. ചേച്ചിയുടെ ഭർത്താവില്ലായിരുന്നു ഒരെണ്ണം? അല്ല, ഒരു ഭർത്താവ്. അപ്പൊ ചേച്ചി ഭർത്താവ് എന്തോ ചെയ്യുക? അവൻ ഗൾഫിലാണ്. അമ്മയ്ക്ക് അറിയത്തില്ലേ? ആ, ഗൾഫിലാ? അച്ഛനെന്താ വണ്ടിയുടെ ചുറ്റും നടക്കുന്നേ? അത് എന്തുവാണെന്നറിയോ മക്കളെ, അച്ഛൻ ഇതുപോലെ ഒരു വണ്ടിയും കൂടെ വാങ്ങിക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞു. അപ്പൊ ആ വണ്ടി തന്നെയാണോ ഈ വണ്ടിയാണോ ആ വണ്ടിന്ന് രണ്ടും കൂടി ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഒരു വണ്ടിയായി കിട്ടിക്കഴിഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. നമ്പർ മാത്രം മാറ്റിയാൽ മതിയല്ലോ. ഒരു വണ്ടിയും കൂടെ? അതെന്താ, രണ്ട് വണ്ടി പോലെ ഒരു വണ്ടി പറ്റത്തില്ല. അച്ഛൻ അതൊരു ക്രേസാ മക്കളെ. ഈ അച്ഛനെ എന്തെങ്കിലും മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞാൽ മതി. കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. എന്നെ അച്ഛനൊന്നും പറയത്തില്ല, അമ്മയ്ക്ക് അറിയാമല്ലോ. അച്ഛൻ ഭാവമല്ലേ. ഇപ്പൊ പറയുമല്ലേ, ഇപ്പൊ കാണാം. പഴയനോട്ട് പോയി, അതിനൊന്നുമില്ല. അച്ഛാ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ആ, മോനോട് ഇരിക്കേ. അയ്യോ, എന്തുവാടി കണ്ണും കാലും ഒക്കെ കാണിക്കുന്നത്? ചോദിക്കേണ്ട കാര്യം മൂത്ത് നോക്കി ചോദിക്കണ്ടായോ? അയ്യോ. ആ, മോൻ വണ്ടി എവിടെങ്കിലും ചെന്ന് തട്ടിയായിരുന്നോ? ഇല്ല, തട്ടിയില്ല അച്ഛാ. എന്തോ പറ്റി? അല്ല, അതിന്റെ ബാക്ക് സൈഡിലെ ഒരു സ്ക്രാച്ച് പോലെ റിവേഴ്സ് എടുത്തപ്പോ എവിടെങ്കിലും ചെന്ന് തട്ടിക്ക. എന്തുവാടി നോക്കുന്നേ? എന്തുവാ നോക്കുന്നേ? ആ, ജോഡിയേ. അയ്യോ ഇല്ല, ചെങ്ങ് തട്ടിയിട്ടില്ല. ഞാൻ സൂക്ഷിച്ചാ ഓടിച്ചത്. ആ, അവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ആ, കുഴപ്പമില്ല. അതിപ്പോ പെട്രോൾ അടിച്ചില്ലായിരുന്നോ മോനെ? ഞാൻ 500 രൂപയ്ക്ക് അടിച്ച. പെട്രോൾ അടിച്ചായിരുന്നു അച്ഛാ. ഞാൻ 1000 രൂപയ്ക്ക് അടിച്ചിട്ടാ വീട് വരെ പോയത്. റീഡിങ്ങിന് അത് കാണിക്കുന്നില്ല. പെട്രോൾ അടിക്കുന്ന പിന്നെ എന്തുവാ, കാണാനാണോ? ചെറുക്കൻ കൊണ്ടുപോയി ഇപ്പൊ എന്തു പ്രശ്നം? എന്തുവാ? ഒരു കുഴപ്പമില്ല, പെട്രോൾ ആകുമ്പോ തീരും. ആ, പക്ഷെ ഞാനും 500 രൂപയ്ക്ക് അടിച്ചായിരുന്നു മോനെ. പക്ഷെ അത് കാണുന്നില്ല അതിനകത്ത് റീഡിങ് നോക്കിയപ്പോഴേ. അതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചാ കേട്ടോ. പിള്ളേരുടെ കാര്യം 4 ടയറും തേഞ്ഞ്. എന്തായാലും ടയർ തേഞ്ഞോ? 4 ടയറേ വണ്ടിയുടെ ഒക്കെ തേഞ്ഞെന്ന് പറഞ്ഞ്. എന്തുവാ എന്തോ നീട്ട് പല്ല് ഞാൻ പറഞ്ഞ എന്തുവാ? ആ, അല്ല, ഞാൻ ചോദിച്ചാ വണ്ടി ആർക്കെങ്കിലും മോനെ ഓടിക്കാൻ കൊടുത്തായിരുന്നോ? കൂട്ടുകാർക്ക് വല്ലോ? ഇല്ല അച്ഛാ, ഞാൻ തന്നെ ഓടിച്ചുള്ളൂ. ആ, 4 ടയർ തേഞ്ഞിട്ടുണ്ട്. എന്തുവാടി ഇരുന്ന് പല്ല് ഞാൻ പറഞ്ഞ? എന്തുവാ നോക്കുന്നുണ്ട കണ്ണുകൊണ്ട്? അച്ഛാ, 4 ടയർ ഞാനങ്ങ് മാറിത്തരാം. അറിയോ കുഴപ്പമില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു. 4 എണ്ണത്തിന്റെ കാര്യമല്ലേ ഉള്ളു. അതിന്റെ ബോണറ്റിന് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നേ ചേട്ടാ. ചേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന്. അമ്മേ, തേങ്ങ എവിടെ ഇരിക്കുന്നേ? തേങ്ങ അവിടെ ഇല്ലേ? ഒന്നുമില്ല. ഞാൻ നിന്റെ അച്ഛൻ എഴുതി കൊടുത്ത് ഓരോന്ന് വാങ്ങിക്കാൻ വേണ്ടി എങ്കിലും മറന്നു കാണും. ചോദിക്കട്ടെ. ചേട്ടാ, 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 നിങ്ങൾ ഇന്ന് ഞാൻ എഴുതി തന്ന തേങ്ങ വാങ്ങിച്ചില്ലയോ? തേങ്ങ മറന്നല്ല, എനിക്ക് ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മേടിച്ചില്ല, അത്രേ ഉള്ളൂ. ഇവിടെ വെളിച്ചെണ്ണ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ പിടിക്കട്ടെ. അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ വറുത്തരച്ച് കഴിച്ച് അസുഖം കൂടെ പിടിപ്പീര്. ഇനിയും വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ ആഹാരം ഉണ്ടാക്കാം. നിങ്ങൾ അങ്ങ് തിന്നാൽ മതി. ഉരുട്ടി തരട്ടെ? വായ്ക്ക് രുചി വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണം.
മനുഷ്യ ഈ പിള്ളേർ വന്നിരിക്കുമല്ലേ, പിള്ളേർക്ക് ആ ചെറുക്കിന് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടായോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയോ? ആളെ മേടിക്കാം. അല്ലാതെ നിങ്ങൾ ഈ പാതിരാത്രി വയ്യാത്ത കാലം വെച്ച് തെങ്ങ വലിഞ്ഞു കയറാൻ പോകുന്നില്ലല്ലോ. നിനക്ക് തേങ്ങ പോരെ? തേങ്ങ വായി വിളിച്ച് നിൽക്കാൻ നിന്റെ ഭർത്താവിനോട് ആംബുലൻസ് വിളിക്കാൻ പറയടി. വയ്യാത്ത കാലം വെച്ച് ഞൊണ്ടെങ്കിൽ രാത്രി തെങ്ങ കയറാൻ പോയിട്ടുണ്ട്. മനുഷ്യ, രാത്രി മണ്ടയില്ലാത്ത തെങ്ങിന്റെ മണ്ടേ വലിഞ്ഞു കയറാൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു പോവല്ലേ പോവല്ലേന്ന്. എന്നിട്ട് നിങ്ങൾ അതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറാൻ നിങ്ങൾ ആരെങ്കിലും അനുസരിക്കുമോ? എനിക്കോ പിള്ളേർക്കോ ആർക്കെങ്കിലും ഒരു ബഹുമാനം നിങ്ങൾ തരുമോ? നിങ്ങളുടെ കാലം എപ്പോഴും മണ്ടയിലിരിക്കണം. നിങ്ങൾക്ക് ഒരു 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 ശകലം അനുസരണ ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലായി ഞാൻ തന്നിഷ്ടക്കാരനാന്ന്. നിങ്ങൾ പറയുന്നത് ഞാനിനി കേൾക്കും. എന്നോട് ക്ഷമിക്കുക. പുഷ്പേ, ക്ഷമിക്കടി എന്നോട്. ഇനി ഞങ്ങളെ അനുസരിച്ചേ പറ്റൂ. 2 മുട്ടിന് ഇട്ട സ്റ്റീൽ ചിരട്ട 2ഉം വെളിയിൽ വന്നു. ഡോക്ടർ പറഞ്ഞു 1 വർഷമെങ്കിലും ഇങ്ങനെ അനങ്ങാതെ കിടക്കണമെന്ന്. അതുകൊണ്ട് സ്നേഹം കൊണ്ട് പറയുക, ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കുക. ഞങ്ങളെ അല്പമെങ്കിലും ഒന്ന് ബഹുമാനിക്കുക. തോണ്ടേ മരുന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ആഹാരം കഴിച്ചിട്ടേ മരുന്ന് കഴിക്കാവൂ. ആ മരുന്ന് ഞാൻ എടുത്തു തരും. ഇപ്പൊ കഞ്ഞി ഉണ്ടാക്കാൻ പോവാ. കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ചാൽ മതി. ഇനി ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. അഹങ്കാരം പാടില്ല കേട്ടോ. കിടക്കുന്ന കിടപ്പ് കണ്ടോ ആ പിള്ളേരെ? പൈസ കൊടുത്തിട്ട് കൊടുക്കാം. എക്സ്റേ ഒക്കെ എടുത്ത് വെച്ചാൽ ഇനി ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. അഹങ്കാരം പാടില്ല കേട്ടോ. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് അനുസരിക്കും. ഞങ്ങളെ അല്പമെങ്കിലും ഒന്ന് ബഹുമാനിക്കും. അതുകൊണ്ട് മരുന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ആഹാരം കഴിച്ചിട്ടേ മരുന്ന് കഴിക്കാവൂ. ആ മരുന്ന് ഞാൻ എടുത്തു തരും. ഇപ്പൊ കഞ്ഞി ഉണ്ടാക്കാൻ പോവാ. കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ചാൽ മതി. ഞാൻ തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കും. കഞ്ഞി കുടിച്ചിട്ടേ മരുന്ന് കഴിക്കാവൂ. ഞാൻ എടുത്തു തരും നിങ്ങൾക്ക് മരുന്ന്. ഞാൻ തീരുമാനിക്കും, നിങ്ങൾ അനുസരിക്കും.